അങ്ങനെ എല്ലാ ആശ്രമങ്ങളിൽ നിന്നും പ്രതിനിധികൾ തവണത്തെ കുംഭമേളയ്ക്ക് എത്തുകയുണ്ടായി. ആചാര്യന്മാരുടെ ഭാഗത്ത് നിന്നാണെന്നുണ്ടെങ്കിൽ നിരവധി ക്ഷേത്രങ്ങളിലെ തന്ത്രിമാര്, നിരവധി ക്ഷേത്രങ്ങളിലെ മേൽശാന്തിമാര്, തെക്കേ മഠം, വടക്കേ മഠം, തന്ത്രവിദ്യാപീഠം തുടങ്ങിയ സ്ഥലങ്ങളിലെ ആചാര്യന്മാര്, അങ്ങനെ എല്ലാ തരത്തിലുള്ള പരമ്പരകളും അവിടെ എത്തുകയുണ്ടായി. നമ്മുടെ ശിബിരത്തിന്റെയൊക്കെ ഭാഗമായിട്ട് ഒരു കൂടുതൽ അവിടെ വരുന്ന സന്യാസിമാർക്കും ഭക്തർക്കും ഒരു സേവ എന്നുള്ള രീതിയിൽ നമ്മളവിടെ ഒരു ആയുർവേദ ശിബിരം നടത്തുകയുണ്ടായി. അത് തൃശ്ശൂര് SNA വൈദ്യശാലയിലെ മൂസ് ഡോക്ടർ നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു ദിവസം വൈകിട്ടാണ് അദ്ദേഹത്തെ കണ്ട് കാര്യം പറയുന്നത്. അന്ന് തന്നെ അദ്ദേഹം അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് മരുന്നും മറ്റുള്ള കാര്യങ്ങളും എല്ലാം കുംഭമേള നഗരിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യവസ്ഥ ചെയ്ത് അങ്ങനെ ഏകദേശം 6000-ഓളം ആളുകൾക്ക് അങ്ങനെ ചികിത്സ നൽകുന്നതിന് ഒരു 10,000-20,000 ആളുകളോളം ദിവസവും നമുക്കവിടെ ഭക്ഷണവും 100-150 പേർക്കോളം താമസവും എല്ലാം ലഭ്യമാക്കുന്നതിനും ഒക്കെ കഴിഞ്ഞ് നമുക്ക് കേരളത്തിന്റെ പങ്കാളിത്തം യൂറോപ്പിൽ നിന്നുമൊക്കെ നേരെ ഫ്ലൈറ്റിൽ അവിടെ വന്ന് അവിടെ ഇറങ്ങി കുളിച്ച് തിരിച്ചു പോവുകയും ചെയ്ത സാഹചര്യമുണ്ടായി. ഇത് കാണിക്കുന്നത് പുറത്തൊക്കെ രാഷ്ട്രീയ നേതൃത്വവും മറ്റും എത്രത്തോളം ഹിന്ദുധർമ്മത്തിനെതിരെ, സനാതന ധർമ്മത്തിനെതിരെ പ്രചരണങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെ അഴിച്ചുവിടുന്നുണ്ടോ, അതിനും ശക്തമായി ഈ കേരളത്തിലെ ഹൈന്ദവ മനസ്സ് ധർമ്മത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, ധർമ്മത്തിന് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും അതിനൊരു ചില ആളുകൾക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നത് അതിനെ മുന്നിട്ട് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് കൂടാനെങ്കിലും ഉണ്ടാവുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായാൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വ്യക്തിപരമായിട്ട് നേരിടേണ്ടി വരുമോ എന്നുള്ള തരത്തിലുള്ള ചില ആശങ്കകളൊക്കെ ചില സമയത്ത് ചില കാര്യങ്ങളിൽ അവരെ ചില ആളുകളെ പിന്നോട്ട് നയിക്കുന്നുണ്ടാവാം. പക്ഷെ നിങ്ങൾക്കറിയാം, കുംഭമേള നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ബുദ്ധിമുട്ട് പരിചയമുള്ളതൊന്ന് ശബരിമലയും പിന്നെ നമ്മുടെ ഗുരുവായൂര് ക്ഷേത്രത്തിലെയും ക്യൂ നിൽക്കലാണ്. അതിനൊന്നും യാതൊരു സമാനതകളും ഇല്ലാത്ത ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകദേശം നമുക്കൊരു 4 മണിക്കൂർ 5 മണിക്കൂർ ഒക്കെയാണ് ക്യൂ നിൽക്കേണ്ടി വരിക, അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ എന്ന് പോലും പറയാനില്ല. പക്ഷെ കുംഭമേളയെ സംബന്ധിച്ചിടത്തോളം 20-30 കിലോമീറ്റർ നടന്ന് എത്രയോ മണിക്കൂറുകൾ റോഡിലും മറ്റും കുടുങ്ങിക്കിടന്ന് ഒക്കെയാണ് ആളുകൾ വന്നത്. ആ ബുദ്ധിമുട്ടുകളെല്ലാം സഹിച്ച് ധർമ്മത്തിന്റെ പേരിൽ നിൽക്കാമെന്നും ആ കുംഭമേളയിൽ സ്നാനം ചെയ്തതും കുംഭമേളയിൽ പങ്കെടുത്തതും എല്ലാം തങ്ങളുടേതായിട്ടുള്ള മാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള സർവീസിലൂടെ ലോകത്തോട് വിളിച്ചു പറയാനും എല്ലാം ആർജവമുള്ള ഒരു സമാജമായി നമ്മുടെ കേരളത്തിലെ ഹിന്ദു സമൂഹം മാറിയിട്ടുണ്ട്. ഭൂമിയുടെ, നമ്മുടെ ഭാരത ഭൂമിയുടെ ജീവനാഡിയായ സനാതന ധർമ്മത്തിനെതിരെ, സനാതന ധർമ്മത്തെ നശിപ്പിക്കണം എന്നുള്ള രീതിയിൽ ഉറക്കെ മൈക്ക് വെച്ച് വിളിച്ചു പറയാൻ പോലും മടിയില്ലാത്ത രീതിയിൽ ഇവിടുത്തെ സാമൂഹിക അന്തരീക്ഷം മാറുമ്പോൾ എന്ത് വില കൊടുത്തും സനാതന ധർമ്മത്തെ ഈ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തും എന്നുള്ള ഇവിടുത്തെ വിശ്വാസി സമൂഹത്തിന്റെ, സമാജത്തിന്റെ പ്രതിജ്ഞയാണ് ഈ കഴിഞ്ഞ മഹാകുംഭമേളയിൽ ലോകം മുഴുവൻ കണ്ടത്. ധർമ്മത്തെ ഒരു കാരണവശാലും തുടച്ചു നീക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ഭയത്തിൽ നിന്നാണ് അത്തരത്തിലുള്ള അധിക്ഷേപങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ധർമ്മത്തിനെതിരായിട്ടുള്ള ഏത് പ്രവർത്തനങ്ങളെയും ഏത് തരത്തിലും പ്രതിരോധിക്കുന്നത് ഓരോ ദേശത്തെയും ക്ഷേത്രങ്ങളുടെ കൂട്ടായ്മകളായി, ആശ്രമങ്ങളുടെ കൂട്ടായ്മകളായി എല്ലാ സനാതന ധർമ്മികളും എല്ലാ സനാതനികളും ഒരുമിച്ച് നിന്നുകൊണ്ട്, എല്ലാ ഹിന്ദു സമാജത്തിലെ ഓരോ അംഗങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ ധാർമ്മിക കേന്ദ്രങ്ങൾ, നമ്മുടെ ആധ്യാത്മിക ആശ്രയസ്ഥാനമായ ആശ്രമങ്ങൾ, ഇവയ്ക്കൊക്കെ നേരിടുന്ന, അപ്പൊ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ ആശ്രമങ്ങളും രാഷ്ട്രീയക്കാരാൽ ആക്രമിക്കപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സമാജത്തിൽ ആരും ഉണ്ടായില്ല എന്ന് പറയുന്ന ഒരു ദുഃഖകരമായ വസ്തുതയുണ്ട്.
അങ്ങനെയുള്ളൊരു സാഹചര്യം ഇനി ഒരിക്കലും ഈ കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടാവുകയില്ല, ഉണ്ടാകാൻ സമ്മതിക്കുകയില്ല. കേരളത്തിലെ വിശ്വാസികളും സന്യാസികളും കേരളത്തിലെ ഒരാശ്രമത്തിനെതിരെയും കേരളത്തിലെ ഒരു ക്ഷേത്രത്തിനെതിരെയും ഇനി യാതൊരു തരത്തിലുള്ള ആക്രമണങ്ങളോ യാതൊരു തരത്തിലുള്ള വെല്ലുവിളികളോ ഇവിടെ അധാർമികരായ അസുരന്മാരായ വ്യക്തികൾക്ക് നടത്താനുള്ള ഒരു ഇടം നമ്മൾ ആരും കൊടുക്കാൻ പോകുന്നു. അതിനുവേണ്ടി നമ്മൾ ധർമാർത്ഥ കാമമോക്ഷങ്ങൾ എന്നാണ് പറയുക. ധാർമ്മികമായ ആശ്രമങ്ങളിലും ആചാര്യന്മാരുടെ അടുത്തും ക്ഷേത്രങ്ങളിലും എല്ലാം വന്ന് നമ്മുടെ ജീവിതത്തിൽ ധാർമ്മികമായ ഉറപ്പ്, ധാർമ്മികമായ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉറപ്പിക്കുകയും അങ്ങനെ ധാർമ്മികമായി നമ്മൾ സമാജ സമ്പന്നമാവുകയും ആ സമ്പന്നതയിലൂടെ അധികാരവും ശക്തിയും അങ്ങനെ ധാർമ്മികമായ നമ്മുടെ കാമനകളെല്ലാം സഫലീകരിക്കുകയും ചെയ്തതിന് ശേഷം ചെയ്യേണ്ട ഒരു യാത്രയാണ് മോക്ഷപഥത്തിലേക്കുള്ള യാത്ര. ായി ഭടന്മാരായി അതാത് ദേശത്തെ ആചാര്യന്മാർക്ക് കീഴിൽ അണിനിരക്കാൻ ഈ ഹിന്ദു സമാജത്തിലെ അംഗങ്ങളായ എല്ലാവർക്കും ഗുരുപരമ്പരയുടെ അനുഗ്രഹമുണ്ടാകട്ടെ, ശക്തിയേകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഭാരതത്തിലെ ഏറ്റവും പുരാതനമായ നാഗാ സന്യാസി പരമ്പരയുടെ എല്ലാ അനുഗ്രഹാശിസ്സുകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. सत्य सनातन धर्म की, सत्य सनातन धर्म की, सत्य सनातन धर्म की। नमः पार्वती पदे, नमः पार्वती पदे, नमः पार्वती पदे।